ഇന്ന് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് പ്രേമികൾ കണ്ടത് ഒരു താരോദയമായിരുന്നില്ല, മറിച്ച് ഒരു ഇതിഹാസത്തിന്റെ വിശ്വരൂപമായിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയുള്ള ആ പോരാട്ടത്തിൽ വിരാട് കോഹ്ലി എന്ന ചേസ് മാസ്റ്റർ വീണ്ടും ചരിത്രമെഴുതി. തുടക്കമൽപ്പം ആശങ്ക നിറഞ്ഞതായിരുന്നു. നേരിട്ട ആദ്യ പന്തിൽ തന്നെ ഗുജറാത്തിന് വിരാട്ടിനെ പുറത്താക്കാൻ ഒരു സുവർണ അവസരം ലഭിച്ചു. എന്നാൽ വാഷിംഗ്ടൺ സുന്ദർ ആ ലളിതമായ ക്യാച്ച് കൈവിട്ടപ്പോൾ അത് വെറുമൊരു പിഴവായിരുന്നില്ല, മറിച്ച് ഒരു കൊടുങ്കാറ്റിനെ തുറന്നുവിടലായിരുന്നു. ആ ജീവദാനത്തിനു ശേഷം കണ്ടത് പഴയ സിംഹത്തിന്റെ രാജകീയ തിരിച്ചുവരവായിരുന്നു. 206 കൂറ്റൻ ലക്ഷ്യം തേടിയിറങ്ങിയ RCBക്ക് കോഹ്ലി പകർന്നു നൽകിയത് അവിശ്വസനീയമായ ഊർജമായിരുന്നു. ബൗണ്ടറികളിലൂടെ അദ്ദേഹം തന്റെ വരവറിയിച്ചു. റബാഡയുടെ തീപാറുന്ന പന്തുകളെയും റാഷിദ് ഖാന്റെ മാന്ത്രിക സ്പിന്നിനെയും അദ്ദേഹം ശിക്ഷിക്കുകയായിരുന്നു. റാഷിദ് ഖാനെതിരെ മിഡ് വിക്കറ്റിന് മുകളിലൂടെ പായിച്ച ആ സിക്സറൊക്കെ കോഹ്ലിയിലെ മാസ്റ്റർ ക്ലാസിന്റെ തെളിവായിരുന്നു. ഓരോ കവർ ഡ്രൈവിലും ഓരോ ഫ്ലിക് ഷോട്ടിലും ഒരു കവിതയുടെ ലാവണ്യമുണ്ടായിരുന്നു. ഇന്നിംഗ്സിന്റെ അവസാന ഘട്ടത്തിൽ ജേസൽ ഹോൾഡറെ നേരിട്ട അദ്ദേഹം തുടർച്ചയായ 2 പന്തുകളെ ഗാലറിയിലേക്ക് പറത്തി തന്റെ കരുത്ത് പ്രകടിപ്പിച്ചു. തൊട്ടടുത്ത പന്തിൽ 44 പന്തിൽ 81 റൺസുമായി അദ്ദേഹം അടങ്ങുമ്പോൾ ചിന്നസ്വാമി ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് ആ വീരനായകന് കൈയടിച്ചു. ആ 81 റൺസുകൾ വെറും അക്കങ്ങളായിരുന്നില്ല, മറിച്ച് വിജയത്തിലേക്കുള്ള പാതയായിരുന്നു. ഈ ഇന്നിംഗ്സിലൂടെ IPL ചരിത്രത്തിൽ 300 സിക്സറുകൾ എന്ന അപൂർവ നേട്ടം അദ്ദേഹം സ്വന്തമാക്കുന്നുണ്ട്. ഒപ്പം 800-ലധികം റൺസുകളുമായി ഓറഞ്ച് ക്യാപ്പ് തന്റെ തലയിൽ തന്നെ സുരക്ഷിതമാണെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചു. തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വിജയത്തിന്റെ കൊടുമുടികൾ കീഴടക്കുന്ന ആ പഴയ ചേസ് മാസ്റ്റർ ഇന്നും ലോക ക്രിക്കറ്റിൽ അജയ്യനായി തുടരുകയാണ്. വിരാട് കോഹ്ലിയെ തന്റെ സമകാലീനരായ മറ്റു ബാറ്റർ ഇതിഹാസങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് ഗെയിമിനോടുള്ള അയാളുടെ കമ്മിറ്റ്മെന്റാണ്. ഇമ്പാക്ട് പ്ലെയറായി ബാറ്റ് ചെയ്യാൻ മാത്രമായി ഇറങ്ങാൻ താൻ ഇഷ്ടപ്പെടുന്നില്ല എന്നത്, ബാറ്റ് ചെയ്യുമ്പോഴായാലും ഫീൽഡിലായാലും ടീമിന് വേണ്ടി 100% നൽകുക എന്നതിനെപ്പറ്റി മാത്രം ചിന്തിക്കുന്ന അത്രക്കും ഡെഡിക്കേഷനുള്ള ഒരു മനുഷ്യന്റെ വാക്കുകളാണ്. കോഹ്ലിയെ ഡ്രോപ്പ് ചെയ്യുക എന്നതൊരു ക്രിമിനൽ കുറ്റമാണ്. ഗുജറാത്ത് അനുഭവിക്കുകയും ചെയ്തു. പേസർമാരുടെ ഷോർട്ട് പിച്ച് ആക്രമണത്തെ ബാക്ക് ഫൂട്ടിൽ റൈഡിംഗ് ദ ബൗൺസ് ടെക്നിക് ഉപയോഗിച്ച് കൗണ്ടർ ചെയ്ത് കളിക്കുന്ന കോഹ്ലിയുടെ ഒരു ടോപ്പ് ഇന്നിംഗ്സ്. വിക്കറ്റുകൾക്കിടയിലെ ഓട്ടം, പോസിറ്റീവ് ഇൻറ്റന്റ്, റൺ ദാഹം, റബാഡയെ ഡോമിനേറ്റ് ചെയ്യുന്നു. വിരാട് കോഹ്ലി മടങ്ങുന്നതിൻ്റെ ഒരു ലക്ഷണവുമില്ല, കൂടുതൽ തേജസ്സോടെ ജ്വലിക്കുകയാണ്. കണ്ടിട്ടും കൊതി തീരാതെ, വിസ്മയങ്ങൾ തീരാതെ വിരാട് കോഹ്ലി. പ്രായം വെറും അക്കം മാത്രമാണെന്ന് വീണ്ടും തെളിയിക്കുന്ന ഒരു പോരാട്ടം. ക്രിക്കറ്റ് മൈതാനത്തെ ആ രാജകീയ പ്രകടനം വീണ്ടൊരിക്കൽ കൂടി കാണുകയാണ്. അതെ, അയാളുടെ നല്ല കാലം അവസാനിച്ചിട്ടില്ല, തുടങ്ങിയിട്ടേയുള്ളൂ.